എടുക്കുക, നമ്മളെല്ലാവരും വീട്ടിലല്ലേ. ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി, ആ ഒരു നെറ്റ്വർക്ക് വന്നതിന് ശേഷം, അന്ന് മനസ്സിലായല്ല, ജോയിൻ ചെയ്ത സമയത്തല്ല ഒരിക്കലും ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കിയത്, വരുമാനം നെറ്റ്വർക്ക് ചെയ്ത ആൾക്കാർക്കുണ്ട് എന്ന് മനസ്സിലാക്കിയതും ഫിജിക്കാർഡ് വന്നതിന് ശേഷം എനിക്കും കൂടെ ഒരു വരുമാനം തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി, 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ലോക്ക്ഡൌൺ സീസണിൽ എന്തുണ്ടായിട്ടുണ്ടോ, വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത്. കാരണം അവർ ആ ഒരു ടൈമിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് നടന്നിട്ടുണ്ട്. അല്ലാതെ പുറത്തുള്ള ഇപ്പൊ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെ, ആ ഒരു ബിസിനസ്സുകാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് കടകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവരുടെ വരുമാനം നിലച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാ തരത്തിലുള്ള വരുമാനം നിലച്ചപ്പോഴും 2 പേർക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വരുമാനം ഏറ്റവും ക്രൂഷ്യൽ സ്റ്റേജിൽ പോലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സുകൾക്ക് ഏതൊക്കെ രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഫിജിക്കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതിൽ അന്ന് ജോയിൻ ചെയ്തിരുന്ന സൂര്യ എന്ന് പറയുന്ന ഒരു മേഡം വഴിയാണ് എനിക്ക്, എന്റെ ഇടുക്കി ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ വഴിയാണ് എനിക്ക് ഈ കോൺസെപ്റ്റിലേക്ക് എത്താൻ സാധിച്ചത്. സത്യത്തില് നമ്മൾ പറയില്ലേ, ദൈവം നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് സത്യത്തിൽ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നിലേക്ക് എത്തിയ സമയം മുതൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ആ ഒരു വ്യക്തിയെ എന്താ പറയാ, ആ ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെയാണ്. കാരണം ഫിജിക്കാർഡ് അല്ലാതെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഏതൊരു ജോലിയാണ് ഞാൻ ഏറ്റെടുത്തതെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു നല്ല വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ, അതായത് കൊറോണയൊക്കെ വന്നിരിക്കുന്ന സിറ്റുവേഷന് മുമ്പ് മുതലേ ഞാൻ ഒരുപാട് കടബാധ്യതകളിൽ അകപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഫാമിലിയിലേക്കാണ് ചെന്നത്. അപ്പൊ അവിടെ ഞാൻ ഒരു കടയൊക്കെ, ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയിരുന്നു. അപ്പൊ ആ ബിസിനസ് ഒക്കെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ കുറച്ച് കടബാധ്യതയിലേക്ക് വന്നു. അപ്പൊ വീട് പണയപ്പെടുത്തിയതിന് ശേഷമാണ് ഞാൻ ആ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റിയത്, എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ട് എനിക്ക് ഒരു ജപ്തിയുടെ സിറ്റുവേഷൻ ഒക്കെ വന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ കിട്ടുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെയും ഒക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു പലിശകളൊക്കെ അടച്ചുപോയി. അതിന് ഈ ഒരു പലിശ അടയ്ക്കാൻ വേണ്ടി പല മൈക്രോ ഫിനാൻസ് പോലെയുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ പൈസ എടുക്കേണ്ടി വന്നു. അപ്പം ആ ഒരു സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ വരുമാനം ഇല്ലാതെ കൈകാര്യം ചെയ്ത് വന്നപ്പോഴേക്കും ഒരുപാട് തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോ ആ ഒരു സമയത്ത് ഭാഗ്യം, ഞാൻ ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, കൊറോണ എന്ന് പറയുന്ന ആ ഒരു സമയം ഒരുപക്ഷെ നിങ്ങളോടൊക്കെ ചോദിച്ചാൽ നിർഭാഗ്യം എന്ന് വേണം പറയാൻ. കാരണം അല്ലെ, വരുമാനമൊക്കെ നിലച്ച് പണിക്ക് പോകാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യമുള്ള നിമിഷങ്ങളായിരുന്നു കൊറോണ വന്ന് ലോക്ക്ഡൌൺ ആയത്. കാരണം ബാങ്കുകാരും വീട്ടിൽ വരില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ബാങ്കുകാര് വീട്ടിൽ വരാതിരുന്നാൽ നമ്മൾ ലോണുകളിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. അപ്പൊ ഞാൻ കൂടുതലും അതിനങ്ങ് ആസ്വദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി വരുമാനമൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ അങ്ങോട്ട് കുറച്ചു നാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതല്ലേ, ആരോട് മറുപടി പറയേണ്ടി വരില്ലല്ലോ. അപ്പം ആ ഒരു സമയത്ത് എൻ്റെ ഒരു സിസ്റ്ററിന്റെ കൂട്ടുകാരിയാണ് ഈ ഒരു സൂര്യ മാഡം. അപ്പൊ ആള് പറഞ്ഞു, ഇങ്ങനെ ബോബി ചെമ്മണൂരിന്റെ ഒരു ബിസിനസ് ഉണ്ട്, എന്തായാലും ഒന്ന് കേട്ടു നോക്കുന്നു. അനിയത്തിക്ക് കൊടുത്ത സമയത്ത് അനിയത്തി പറഞ്ഞു, എനിക്ക് അവള് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന സമയം. അപ്പൊ എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, എന്നാലും ചേച്ചിക്ക് ഞാനൊരു വരുമാനമൊന്നും ഇല്ല, ജോലിയൊന്നും എന്തായാലും ഇല്ലാതിരിക്കുകയാണ്, ഇച്ചിരി ബാധ്യതകളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ബിസിനസ് എന്റെ കയ്യിലെത്തുന്നത്. സത്യത്തില് ആദ്യം ഒന്ന് മടിച്ചു, എല്ലാവർക്കും ഉണ്ടാവില്ലേ. ഒന്നാമത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, പർച്ചേസ് ചെയ്യണം, അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രോഡക്ട്സുകൾ എടുത്തുകൊണ്ടേ നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ പൈസ ഇല്ലാത്ത സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. പിന്നീട് ഈ ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ നമ്മൾ ആരോട് പറയും, അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ആരെയും കാണുന്നില്ല, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷേ എങ്കിലും ഞാൻ വീണ്ടും ആലോചിച്ചൊരു കാര്യം, ബോബി ചെമ്മണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ബിസിനസ് നമ്മളിലേക്ക്, സാധാരണക്കാരിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശങ്ങൾ ഉണ്ടാവും. കാരണം ഞാൻ അന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയൊരു കോൺസെപ്റ്റ് ആണ് ഫിജിക്കാർഡ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരുപാട് വർഷങ്ങൾ, ഏകദേശം 150 വർഷങ്ങളായിട്ട് അദ്ദേഹം ജ്വല്ലറി ഫീൽഡിലുണ്ട്, അതുപോലെ ഫിനാൻസ് ഫീൽഡിലുണ്ട്, ചിട്ടി നിധി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട്, ടൂറിസം മേഖലയിലുണ്ട്. അങ്ങനെയെല്ലാം നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് വളരെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്നല്ലേ. എല്ലാവരിലും നെറ്റ്വർക്ക് എന്ന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് തോട്ടാണ്, ഒരു ചിന്തയാണ് നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വരിക. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്
എന്നൊരു ചിന്ത ആരും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും, അതേപോലെ തന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹത്തിന് അത്രയും ഗഡ്സ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ബിസിനസ് അദ്ദേഹം കൊണ്ടുവരാനും ചെയ്യാനും തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപ്പറ്റി നോക്കാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാം സാധാരണ ചെയ്യുന്ന ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് 2018 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ചരിത്രം അല്ലെ, നമുക്ക് നെറ്റ്വർക്കിന്റെ ചരിത്രങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഫിജിക്ക എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ചരിത്രങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയ സമയത്ത് ഏകദേശം അതിനൊരു 3-4-5 വർഷം കൊണ്ട് തന്നെ ഫിജിക്ക എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ അന്ന് ഒരു ചെറിയൊരു വീഡിയോയിൽ കണ്ടതല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഏകദേശം കോഴിക്കോട്, തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള ജില്ലകളില്, അതുപോലെ മലപ്പുറം ജില്ലകളിലൊക്കെ എന്താന്ന് വെച്ചാൽ അന്ന് ഞങ്ങളുടെ നാട്ടിലെ ഇടുക്കിയിലൊക്കെ അങ്ങനെ വളരെ കുറച്ച് ആളുകളിലേക്കൊക്കെ എത്തിയിട്ടുള്ളൂ. അപ്പൊ അതുപോലുള്ള ജില്ലകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്ട് അവിടുത്തെ ജനങ്ങൾക്കിടയിലേക്ക്, വളരെ സാധാരണക്കാർക്കിടയിലേക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം എത്തുകയും കൂടാതെ അവിടെയുള്ള ഒരുപാട് ആളുകൾ നല്ല നല്ല റാങ്കിലേക്ക് എത്തി സ്ഥിര വരുമാനം ഒരു 30,000 രൂപ ഡെയിലി വാങ്ങുന്ന രീതിയിലേക്ക് അവർ മാറുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ പല അവാർഡ്സുകൾ, ഇപ്പൊ 50,000 രൂപയിൽ തുടങ്ങിയിട്ടുള്ള അവാർഡ്സുകളെ പറ്റി പ്ലാനിൽ പറഞ്ഞു അല്ലെ. അപ്പൊ അവാർഡ്സുകളിൽ തുടങ്ങിയിട്ടുള്ള 50,000 രൂപ മുതൽ അതിന്റെ മേലെ 5 ലക്ഷം, 50 ലക്ഷം, 1 കോടിയൊക്കെ വാങ്ങിയിട്ടുള്ള ഒട്ടനവധി ലീഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഒക്കെ കണ്ടു. അപ്പൊ എങ്ങനെ അവരത് വാങ്ങി, ഇത് അവർക്ക് നൽകിയതാണോ, ഇത് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കില്ലേ. അങ്ങനെ നോക്കിയ സമയത്താണ് നമ്മുടെ സ്വപ്നാമ്മയുടെ എന്നെ കോൾ ചെയ്തിട്ട് അന്ന് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇന്ന് നമ്മുടെ കോൺസെപ്റ്റില് NSM റാങ്കിൽ 12ാമത്തെ റാങ്കിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പം മേഡം ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഈ കോൺസെപ്റ്റിനെ പറ്റി കൂടുതലായിട്ട് ഫോണിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം ചോദിച്ചൊരു കാര്യം, മേഡം നിങ്ങൾക്ക് എത്ര രൂപ അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഞാനിങ്ങനെ കുറെ വീഡിയോസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ എത്ര രൂപ മേഡത്തിന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് എത്ര കിട്ടി എന്നുള്ളത് എന്താണ് സ്മിത നോക്കേണ്ട കാര്യമില്ല, സ്മിതയ്ക്ക് ഇവിടെ നിന്നിട്ട് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അങ്ങനെ ഒരു തിരിച്ചൊരു ക്വസ്റ്റ്യൻ. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറയാൻ കാരണം, ഒരു വ്യക്തികളും ഇന്ന് നമ്മളെ പറ്റി ഏതൊരു കോൺസെപ്റ്റിനെ ആയിക്കോട്ടെ, ഫിജിക്കാണെന്നല്ല ഏതൊരു കാര്യത്തെ പറ്റി പറയുമ്പോഴും അവര് സ്വന്തം അച്ചീവ്മെന്റ്സിനെ പറ്റി അല്ലെ സ്വന്തമായിട്ട് നമുക്ക് കിട്ടിയതോ കിട്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി വളരെ വളരെ എന്താണ് ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിക്കും. കാരണം അപ്പുറം നിൽക്കുന്ന ഒരാളെ ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ മനസ്സിലേക്ക് കടന്നുകൂടാൻ വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാറാണ് പതിവ് അല്ലെ. പക്ഷെ എനിക്ക് നേരെ വ്യത്യസ്തമായിട്ടൊരു അനുഭവം ഉണ്ടായ, എനിക്ക് എന്ത് കിട്ടിയെന്ന് നോക്കണം, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് വാങ്ങാൻ പറ്റുമോ, അതിന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു മറുപടി കിട്ടിയപ്പോ എനിക്ക് തോന്നി, എന്തുകൊണ്ട് ആ പറഞ്ഞ വാക്കിനെ ഒന്ന് എടുത്തുകൂടാ, ചെയ്തു നോക്കിക്കൂടാ എന്ന് തോന്നിയിട്ട് ഞാന് എന്ന് പറഞ്ഞു ശരി ഞാൻ ചെയ്യാം, പക്ഷെ എനിക്ക് കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും, പക്ഷെ ഒരേ ഒരു ആൻസർ നീ എനിക്ക് തരണം, എനിക്ക് ഒരേ ഒരു വാക്ക് തരണം, ഞാൻ കൂടെ നിൽക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ കോൺസെപ്റ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ നീ നെഗറ്റീവ് കേട്ടാലും നീ എന്റെ കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പാണ് എനിക്ക് വേണ്ടതെന്നാണ് പറഞ്ഞത്. പക്ഷെ എങ്കിലും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തികൾക്ക് തമ്മിലുള്ള ഒരു ആത്മവിശ്വാസം ആ ഫോണിലൂടെ ഉണ്ടായ ആ വാക്കുകളിലൂടെ എന്നെ ഒരുപാട് തരത്തില് എന്റെ ലൈഫിൽ എന്തോ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഫിജിക്ക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കുകയും ജോയിൻ ചെയ്യാനായിട്ട് എന്റെ സിസ്റ്ററുടെ ഒക്കെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിയാണ് ഞാൻ സത്യം പറഞ്ഞ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിയിട്ട് ജോയിൻ ചെയ്തത്. പക്ഷെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു എന്റെ ജപ്തിയൊക്കെ ചെയ്യാൻ നിൽക്കുന്ന എന്റെ വീട് പോകുന്ന പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കോൺസെപ്റ്റിനെ ഏറ്റെടുത്തിട്ട് ഏകദേശം 3 മാസം കൊണ്ട് എനിക്ക് ഇപ്പൊ സജിത മേഡം പറഞ്ഞ പോലെ മന്ത്ലി ബോണസ് കിട്ടുന്ന ഒരു റാങ്കിലേക്ക്, ഒരു 3rd റാങ്കിലേക്ക് എത്താൻ പറ്റുകയും എന്റെ ഒരു 4-5 മാസം കൊണ്ട് തന്നെ എന്റെ വീടിന്റെ ജപ്തി ഈ കോൺസെപ്റ്റിൽ നിന്ന് എന്നെ കിട്ടിയ ആ പൈസ കൊണ്ട് തിരിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് എടുത്തൊരു തീരുമാനമുണ്ട്. കാരണം ഇനി ഒരിക്കലും ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വിട്ടുപോകില്ല എന്നും, ഈ കോൺസെപ്റ്റിൽ ഇതുപോലെ എന്നെ പോലെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും എന്റെ ചുറ്റിലുണ്ടാവും, അവരെ കണ്ടെത്തണമെന്നും അവർക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കണമെന്നും അന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു.
അത് തീർച്ചയായിട്ടും അന്നൊന്നും നമ്മൾ നേരിട്ട് കാണുന്നില്ല, ആകെ സൂമിലൂടെ ഫോണിലൂടെ മാത്രമുള്ള ഒരു കോണ്ടാക്ട് ആയിരുന്നു. അതിനുശേഷം എന്താണ് ഒരു ലോക്ക്ഡൌണിനൊക്കെ ശേഷം ഒരുപാട് ആളുകളെ എന്റെ ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെ നേരിട്ട് കാണാനും അവർക്കൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിച്ചു. ഇന്ന് നിങ്ങൾ ഈ സ്ക്രീനിൽ ഇരിക്കുന്ന എന്താണ് ആളുകളെ നിങ്ങൾക്ക് പരസ്പരം നോക്കിയാൽ ഇന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അതെല്ലാം നമ്മളുടെ അന്ന് ചെയ്തിട്ടുള്ള ഒരു ടീമിന്റെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത്രയും ഒരു സന്തോഷത്തിലാണ് സത്യം പറഞ്ഞ ഈ കോൺസെപ്റ്റില് ഇന്ന് ഇവിടെ നിന്ന് പോകുന്നത്. ഇന്ന് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ 2018 ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നതിന് ശേഷം ബോബി ചെമ്മണ്ണൂര് ഡയറക്ട് സെല്ലിങ്ങിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് 2018 എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കമ്പനി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് ഏകദേശം ഏഴാമത്തെ വർഷം ഏകദേശം ഒരു 50 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക്, അതായത് 12ാമത്തെ റാങ്കില് മുതൽ 1 കോടി രൂപയൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള നിരവധി ലീഡേഴ്സിനെ നമ്മുടെ മുന്നിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലീഡേഴ്സിനോട് നിങ്ങളെ ഈ കോൺസെപ്റ്റിലേക്ക് പരിചയപ്പെടുത്തിയ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കാണിച്ചു തരും, അവരോട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരും. അങ്ങനെ ഒട്ടനവധി അച്ചീവ്മെന്റ്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫിജിക്കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് ഇന്ന് നമ്മുടെ ഫിജിക്കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലെ ലീഡേഴ്സിന് ട്രെയിനിങ് ഒക്കെ നൽകുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഒരു കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം ഇതിനൊരു ട്രെയിനിങ് നൽകുന്നു എന്ന് വിചാരിച്ചാൽ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടാക്സുകളും അടച്ചുകൊണ്ടും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾക്ക് ഈ നേരിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം നൽകുന്നത്. നമ്മുടെ പ്രോഡക്ട്സുകൾ അതുപോലെ തന്നെ കൺസ്യൂമർ അഫിലിയേറ്റ്സ് ലിസ്റ്റിന്റെ പരിശോധനയിൽ അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് പല പ്രോഡക്ട്സുകളും നമ്മൾക്ക് വിൽക്കാനുള്ള അവകാശം നമ്മളിലേക്ക് തരുന്നത്. അപ്പൊ എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ മറ്റ് കമ്പനികളെക്കാൾ ഏറ്റവും മുൻപന്തിയിലേക്ക് ഫിജിക്കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ കുറച്ച് നാളുകൾ കൊണ്ട്, വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ പല സ്റ്റേറ്റുകളിലായിക്കോട്ടെ, ഇന്ത്യയിൽ വെളിയിലായിക്കോട്ടെ, എല്ലായിടത്തും പടർന്നു പന്തലിച്ച് ഏകദേശം 11 ലക്ഷം ആളുകൾ ഈ കോൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ടും ഏകദേശം 10-11 ലക്ഷത്തോളം ആളുകൾ വരികയും അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഒരു വരുമാനം എത്തിച്ചു നൽകാനും കമ്പനിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഡെയിലി പേ ഔട്ട് ആയിട്ടൊക്കെ എല്ലാവർക്കും തന്നെ ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വരാതെ എല്ലാവർക്കും ഡെയിലി അവരുടെ വർക്ക് അനുസരിച്ചിട്ടുള്ള കമ്മീഷൻസ് നൽകാനായിട്ട് കമ്പനിക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ അവാർഡ്സുകളും 50,000 രൂപയിൽ തുടങ്ങുന്ന എല്ലാ അവാർഡ്സുകളും അതാത് സമയങ്ങളില് എല്ലാ ക്രൈറ്റീരിയകളും അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും നൽകാനും കമ്പനി അതിന് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തില് ഒട്ടനവധി ഇന്ന് നമ്മൾ ഇറങ്ങി തിരിച്ച് നമ്മുടെ കോൺസെപ്റ്റുമായിട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ സാധാരണക്കാർക്കിടയിലേക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കില് ഫിജിക്കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏറ്റെടുത്തിട്ടുള്ള ആളുകളുടെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഏറ്റവും അധികം സന്തോഷത്തിൽ മാത്രമാണ് അവരെ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അവരുടെ മുന്നിൽ നല്ലൊരു വെളിച്ചമുണ്ടെന്നുള്ളത് തന്നെയാണ്. അവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സ്രോതസ് അവരുടെ മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു സത്യം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എത്രയോ പേർക്കാണ് ഇന്ന് ഞങ്ങളുടെയൊക്കെ ഇടുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃഷി മേഖലയൊക്കെ വളരെയധികം രീതിയിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഏറ്റവും അധികം കാർഷിക വിളകൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലമായിരുന്നല്ലോ ഇടുക്കി എന്ന് പറയുന്നത്. പക്ഷെ അവിടെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം ഉടലെടുത്ത് നിൽക്കുന്ന സമയത്തും ഇന്ന് ഫിജിക്കാർഡ് ചെയ്യുന്ന ഓരോ ലീഡേഴ്സിന്റെ വീട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഹാപ്പി ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പൊ ഒരു എക്സ്ട്രാ ഇൻകം ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ഈ കോൺസെപ്റ്റിൽ ആദ്യം അല്ലെങ്കിൽ ഈ പ്ലാൻ കേൾക്കുന്ന സമയത്ത് ആദ്യം പരിചയപ്പെടുത്തിയ 2 വ്യക്തികളുണ്ടല്ലേ, നമ്മുടെ അശ്വതി മാഡം, നമ്മുടെ ഈ MC കൈകാര്യം ചെയ്ത അശ്വതി മാഡം പറഞ്ഞു ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഈ കോൺസെപ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാൻ പ്രസന്റ് ചെയ്ത സജിത മാഡം പറഞ്ഞത് ഞാൻ എന്റെ ജോലി രാജിവെച്ചുകൊണ്ട് ഫുൾ ടൈം ആയിട്ട് ഞാൻ ഈ കോൺസെപ്റ്റ് ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ 2 വ്യക്തികളെ നമ്മൾ ഇതിനകത്ത് പരിചയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അവര് 2 പേർക്കും ഈ കോൺസെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഒരാള് എന്തുകൊണ്ട് തനിക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജോലി ഉപേക്ഷിക്കാൻ തയ്യാറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അവർക്ക് അതേ കിട്ടിയിരിക്കുന്ന വരുമാനത്തിൽ കൂടുതൽ വരുമാനം ഫിജിക്കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ ഡെയിലി ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. 30,000 രൂപ വെച്ചിട്ട് ഡെയിലി നമ്മുടെ ടീം ബിൽഡിംഗ് ബോണസ് ആയിട്ട് നമ്മൾക്ക് കിട്ടും, അല്ലെ ഒരു കമ്മീഷൻ ആയിട്ട് നമ്മൾക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ എത്രത്തോളം വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ആളുകളിലൂടെ, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കും വ്യത്യസ്ത വരുമാനങ്ങളിൽ നിൽക്കുന്ന ആൾക്കും വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും ആയാൽ പോലും നല്ല രീതിയിലുള്ള ഒരു വരുമാനത്തെ ക്രിയേറ്റ് ചെയ്യാൻ ഫിജിക്കാർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് കഴിയുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള. അതിപ്പോ മറ്റൊരാൾ പറഞ്ഞു തരണ്ട, അല്ലെ, സ്വന്തമായിട്ട് അവര് വന്നിട്ട് നമ്മളോട് പറയാണ് ഞാൻ ഇന്ന രീതിയിലാണ് ഇതിൽ നിൽക്കുന്നത്, ഇതിൽ ഇന്ന രീതിയിലാണ് ഞാൻ വരുമാനം ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിലും വീട്ടിലെ എന്താണ് എന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് വരുമാനമായിട്ട്, ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു വരുമാനമായിട്ട് ഫിജിക്കാർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡൊക്കെ ആദ്യ സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇതുകൊണ്ട് മുന്നോട്ട് പോവില്ല, വേണ്ട എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടുള്ളായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്, എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു വരുമാനത്തിലേക്ക് നമുക്ക് ഈ കോൺസെപ്റ്റിൽ നിന്ന് മാറാൻ സാധിച്ചു എന്ന് പറയുന്നതാണ്. എനിക്കറിയാം ഒരു 10 വർഷങ്ങൾക്കപ്പുറം, എന്റെ മോന് ഇപ്പൊ ഒരു 13 വയസ്സാണ്, ഒരു 10 വർഷങ്ങൾക്കപ്പുറം അവന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എന്തായിരിക്കും, വലുതായിരിക്കും. 100% എനിക്കറിയാൻ പറ്റും. സാധാരണയിൽ ഉണ്ടായിരുന്ന ഒരു വരുമാനത്തിൽ നിന്നും എനിക്ക് ഒരിക്കലും അവരുടെ ആഗ്രഹങ്ങൾക്കുള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനോ, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു കോഴ്സ് പഠിപ്പിക്കണമെന്ന് പറയുന്ന സമയത്ത് അത് പഠിപ്പിച്ചു കൊടുക്കാനോ ഉള്ള സാമ്പത്തികം എന്റെ കയ്യിൽ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഞാൻ ചിലപ്പോ ഒരു പക്ഷേങ്കിൽ കൊറോണ ഒക്കെ മാറിക്കഴിഞ്ഞാൽ എന്റെ ഒന്നെങ്കിൽ എനിക്ക് അറിയാവുന്ന തൊഴിലായിട്ടുള്ള തയ്യൽ ജോലിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും. എന്റെ ഹസ്ബൻഡ് ഒരു കൂലിപ്പണിക്കാരനാണ്, അദ്ദേഹം 700-800 രൂപ കിട്ടുന്ന ആ ജോലിയിലേക്ക് അദ്ദേഹം മാറും. നമ്മുടെ ഒരു വീട്ടിലെ വരുമാനം എന്ന് പറയുന്നത് എന്തായാലും കൂടിപ്പോയാൽ ഒരു 15-16 രൂപ, അല്ലെങ്കിൽ 20,000 രൂപയെന്ന് വെച്ചു. ആ 20,000 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങളിലേക്ക് ഒരിക്കലും പോവാൻ സാധിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന ആളുകളെല്ലാം, അല്ലെ, എന്റെ വീട്ടിലായിക്കോട്ടെ, എന്റെ അടുത്തുള്ള വീടുകളിലായിക്കോട്ടെ, ഇങ്ങനെയുള്ള വരുമാനത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആളുകളെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ ഏറെ അഭിമാനമാണ് ഈ കോൺസെപ്റ്റ് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിച്ചതിൽ എന്നുള്ളതാണ്. കാരണം അവർക്ക് ഓരോ ദിവസവും ലോണുകൾ കൂടുകയും അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡെയിലി ഒരു വരുമാനത്തെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. ഇതിൽ കയറി നിന്ന് പ്രോഡക്ട്സ് എടുത്ത് മാത്രം കയറി ഞാൻ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കും വരുമാനം ഉണ്ടാവില്ല. അങ്ങനെ ആരും നമുക്കൊരു കടയിടുന്ന പോലെ, നമ്മുടെ ഒരു സ്വന്തം ഇൻവെസ്റ്റ്മെന്റ് 2, 5, 10 ലക്ഷം രൂപ മുടക്കി നമ്മൾ പുറത്തൊരു ഷോപ്പ് ഇടുന്ന പോലെ തന്നെയാണ് ഈ കോൺസെപ്റ്റില്. നമുക്ക് ഓൺലൈനിൽ ഒരു സ്റ്റോർ ഓപ്പൺ ആയിട്ടാണ് വരിക. ആ സ്റ്റോറിലൂടെ നമ്മൾ ഡെയിലി ബിസിനസ് ചെയ്യണം. നമ്മൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം. ആ കസ്റ്റമേഴ്സിനോട് നമ്മുടെ പ്രോഡക്ട്സിനെ പറ്റി വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കാം. നമുക്ക് ഓൺലൈനിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ആ കാണിച്ചു കൊടുക്കുന്ന പ്രോഡക്ട്സുകൾ വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് കോൺസെപ്റ്റിൽ കയറി നിന്നിട്ട് നമുക്കൊരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് നല്ല രീതിയിലുള്ള ഒരു ഇൻകത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇതൊരു സിലബസ് ആയിട്ട് മാറിയിരിക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊരു സിലബസ് ആണ്. നമുക്ക് ഒരു 10 വർഷം പിന്നിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ഹോട്ടൽ മാനേജ്മെന്റ്, അല്ലെ, എന്തായിരുന്നു ഹോട്ടൽ മാനേജ്മെന്റ്? പച്ച മലയാളത്തിൽ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഹോട്ടലിലെ പണിയാണ്, അല്ലെ. ഫുഡ് ഉണ്ടാക്കല്, സെർവ് ചെയ്യലൊക്കെയാണ് ഹോട്ടൽ മാനേജ്മെന്റ്, ഹോട്ടലിലെ പണി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ വാക്ക്. ഹോട്ടൽ മാനേജ്മെന്റ് എന്നുള്ള വാക്കിനെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമ്മളൊന്നും കുട്ടികളെ ആ ഒരു പണി എടുപ്പിക്കാനായിട്ട് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല, അല്ലെ. പക്ഷെ എന്തുകൊണ്ട് ആ കോൺസെപ്റ്റ് ഇന്ന് 5, 6 അല്ലെങ്കിൽ 10 ലക്ഷം രൂപ മുടക്കി പല നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് ഇന്നൊരു നല്ല വരുമാന മാർഗമായി മാറുകയും അതൊരു സിലബസ് ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കത്തക്ക രീതിയിൽ അതിനെ വളർച്ച ഉണ്ടാവുകയും അതിനൊരു പുതിയ രീതി വരികയും അതിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാമെന്നും അതിനു വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് വരികയും ഒക്കെ ചെയ്ത സമയത്താണ് ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ജോലിയെ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ നമ്മളെ കല്യാണങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ഈവന്റ് മാനേജ്മെന്റ്, അല്ലെ. നേരത്തെ നമ്മൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ, കല്യാണത്തിനൊക്കെ ഡെക്കറേഷൻ പാർട്ടി, വളരെ സിമ്പിൾ ആയിട്ട് പറയും, അല്ലെ. ഇന്ന് അതിന് പേരും രൂപവും ഭാവവും ഒക്കെ മാറി ലക്ഷങ്ങൾ കോടികളൊക്കെ ചെലവാക്കി ചെയ്യുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ട് അതിനെ മാറ്റി. ആരാണ് മാറ്റിയത്?
അതിന് പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ മാറ്റി. എന്ന് നമ്മൾ എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ഓരോ യൂണിവേഴ്സിറ്റികളുടെ സിലബസ് ആയി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ വരാൻ പോകുന്ന നമ്മുടെ തലമുറ, നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ നാളുകളിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ പഠിക്കാൻ പോകുന്നതും ചെയ്യാൻ പോകുന്നതും ജോലിയായിട്ട് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഹോട്ടൽ മാനേജ്മെന്റും ഈവന്റ് മാനേജ്മെന്റും ഒക്കെ നമുക്ക് പഠിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ജോലികൾ നമുക്ക് ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്നൊരു മോശം ജോലിയല്ല അല്ലെ, നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കുന്ന ഒരു ജോലിയാണ്. ആ ഒരു ജോലി ചെയ്യാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കുന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ ഒരു ആളെ ചേർക്കുന്ന പരിപാടിയോ ആളെ പിടിക്കുന്ന ഒരു പരിപാടിയോ അല്ല. ഇന്ന് ലോകമൊട്ടാകെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഓരോ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് വളരെ വലിയൊരു സാധ്യതയുണ്ട്. നമുക്കറിയാം അമേരിക്കയുടെ പ്രസിഡന്റ്, ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് അല്ലെ, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ പേരാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയി വന്നതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രം ഉണ്ടാവും എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ തന്നെ ധാരാളം ആളുകൾ ഈ നെറ്റ്വർക്കിലൂടെ വരുമാനം ലാഭിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ അറിയാം ഈ കോൺസെപ്റ്റിൽ എന്റെ ലൈഫില് എന്റെ വീട്ടില് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ തലപ്പത്തിരിക്കുന്ന ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് വന്ന ആ രാജ്യത്തിനും ഞങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് വരാൻ സാധിച്ചത്. ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ലോക രാഷ്ട്രങ്ങളിലെ വികസിത രാജ്യം അല്ലെ, സമ്പന്നതയിൽ നിൽക്കുന്ന രാജ്യമാണ്. എന്തുകൊണ്ട് സമ്പന്നതയിൽ വന്നു എന്ന് നമ്മൾ പഠിച്ച അവിടുത്തെ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, ഒരു ബിസിനസ് ഉണ്ട്. അവര് ചെയ്യുന്ന എല്ലാ ജോലികൾക്കൊപ്പം അവരെല്ലാവരും തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളാണ്. ഓരോ വീട്ടിലും 3, 4, 5 ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിനെ അവർ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വരുമാനം കണ്ടെത്താൻ ഒരു പാസീവ് ഇൻകം, നമ്മളൊക്കെ പറയും പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്നതും നമ്മൾക്ക് പ്രായം കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പാസീവ് ഇൻകം ലഭിക്കുന്ന മാർക്കറ്റിംഗ് ആണ്. അല്ലാത്തൊരു ജോലിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ ജോലി ചെയ്യണം. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ ഏറ്റെടുക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരു സമ്പന്നതയിലേക്ക് എത്താനും സമ്പാദ്യത്തിലേക്ക് എത്താനും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾക്ക് എത്താനും സാധിക്കും. ഓരോ വീട്ടിലും എത്താൻ സാധിക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രമല്ല, വീട്ടിലെ എല്ലാ ആളുകൾക്കും, ഏകദേശം 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന സമയങ്ങൾ ഏകദേശം ഇനിയിപ്പോ 2-3 മാസം കൂടെ കഴിഞ്ഞ് 2 മാസം കൂടെ കഴിഞ്ഞ 2025 ആവൂലേ. അപ്പം നമുക്ക് ഏറ്റവും ഈ ഒരു 2025 ഏറ്റവും വലിയ പ്രത്യേകതയുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ 2025 മുമ്പായിട്ട് നമ്മൾ ഈ കോൺസെപ്റ്റിനെ പറ്റി നമ്മൾക്കറിയാൻ കിട്ടുന്ന ഈ നിമിഷത്തെ നമ്മൾ വളരെ ഭാഗ്യമായിട്ട് കരുതാൻ. ഞാൻ തീർച്ചയായും ഈ കോൺസെപ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ കോൺസെപ്റ്റ് എനിക്ക് ദൈവമായിട്ട് എന്റെ മുന്നിലേക്ക് കൊണ്ടുതന്നതാണ്. എന്റെ വീടിന്റെ വിളക്കാണ് ഫിജിക്കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. കാരണം ഒരു ആത്മഹത്യയുടെ വക്കിൽ ഒരു പക്ഷേങ്കിൽ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്റെ മുന്നിൽ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇന്ന് ജീവനോട് ഉണ്ടാവുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാടക വീടിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാടക റൂമിലേക്ക് ഞാനൊക്കെ ഒതുങ്ങി പോകേണ്ടി വന്നേനെ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ജീവിതത്തിലേക്ക് ഒരു പ്രകാശം എത്തിച്ചു തന്നെ എന്റെ വീടിനെ എനിക്ക് ഏറ്റെടുത്ത് തരാൻ സാധിച്ചിട്ടുള്ള, അല്ല എന്റെ മക്കളെയൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇരുത്താനായിട്ട് എനിക്ക് സാധിക്കുന്ന, അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഈ കോൺസെപ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ്. ഞങ്ങളുടെ ഓരോ ഫിജിക്കാർഡ് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ചും ഏറ്റവും വലുതാണ്. അവർ ഓരോരുത്തരും പുതിയ പുതിയ ആളുകളിലേക്ക് ഈ കോൺസെപ്റ്റിനെ എത്തിച്ചു തന്നിട്ടുണ്ട്. ആ കോൺസെപ്റ്റിലേക്ക് ആ പുതിയ ആളുകളായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ ഈ കോൺസെപ്റ്റിനെ പറ്റി ഇന്ന് ഈ സ്ക്രീനിൽ പുതിയതായിട്ട് കേൾക്കുന്ന ആളുകൾ. അപ്പോ ഒട്ടും മടിക്കണ്ട. ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരിക്കലും ആളെ കുറച്ചു പേരെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഭവമല്ല. ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള ബോബി സാറിന്റെ നമുക്കറിയാലേ, ഒരുപാട് ചാരിറ്റികളൊക്കെ ചെയ്ത് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച സാധാരണക്കാരെ എങ്ങനെ സമ്പന്നതയിലേക്ക് എത്തിക്കുക, അല്ലെ സാമ്പത്തികമായ രീതിയിൽ അവരെ ഉയർത്തിയെടുക്കാമെന്ന് തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതുപോലുള്ള
സംരംഭങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫിജിക്കാർഡ് വന്നതിന് ശേഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ബിസിനസ്സുകൾ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ള ലക്കി ഡ്രോ ഉൾപ്പെടെ ഏകദേശം 30 കോടി രൂപയാണ് അദ്ദേഹം ഈ ഒരു 10 lakhs വെച്ചിട്ട് ഡെയിലി അച്ചീവ് ചെയ്ത ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം മഹത്തായിട്ടുള്ള ഒരു ബിസിനസ് കൊണ്ടുപോകുന്ന ഒരു മഹത് വ്യക്തി തന്നെയാണ് ബോബി സാറ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങളെ ഏവരെയും ഈ കോൺസെപ്റ്റിലൂടെ ക്ഷണിക്കുന്നത്. അപ്പോൾ ഒട്ടും മടിച്ചു നിൽക്കേണ്ട, നമ്മുടെ ലൈഫിൽ നല്ലൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് സാധിക്കും. നിങ്ങൾ ഈ കോൺസെപ്റ്റ് പരിചയപ്പെടുത്തിയ ലീഡേഴ്സിനോടൊപ്പം നിൽക്കുക. നിങ്ങൾ ലൈഫിൽ ഇനി വരാൻ പോകുന്ന വർഷങ്ങള് നമ്മുടേതാക്കി മാറ്റുക, സന്തോഷത്തിൻ്റെതാക്കി മാറ്റുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഞാൻ.